സാമാന്യമായ ആത്മീയ ബോധം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹികമായ ജീവിത വിജയത്തിന് ഉപകരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപകരിക്കേണ്ടതാണ്. ഇന്നത്തെ വിഷയം അതാണ്. സോഷ്യൽ ലൈഫ് സക്സസ് ക്രിയേറ്റ്സ് പീസ് ത്രൂ വാല്യൂ ഡ്രിവൺ അച്ചീവ്മെന്റ്. സാമൂഹികമായ ജീവിത വിജയം. വിജയം എന്നത് വ്യക്തിയുടെ ധർമ്മപരമായ ഇച്ഛയുടെ സാക്ഷാത്കാരമാണ്. അത്തരം വിജയങ്ങൾ തുടർച്ചയായി ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ അത് ജീവിത വിജയമാണ്. എന്നാൽ യഥാർത്ഥ സാമൂഹിക ജീവിത വിജയം വ്യക്തിയുടെ നേട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ വിജയം സമൂഹത്തിലും പ്രകൃതിയിലും ശാന്തിയും ഐക്യവും നിലനിർത്തുമ്പോഴാണ് അത് സമ്പൂർണമായ സാമൂഹിക ജീവിത വിജയമായി മാറുന്നത്. ഇതാണ് ഇന്നത്തെ പ്രമേയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സാമാന്യീകൃത ആത്മീയത എന്നുള്ള പരമ്പരയില് ഈ സാമാന്യമായ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി നമുക്കുണ്ടാകേണ്ടതിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിഗത വിജയം, കേവലമായ ഒരു വ്യക്തിഗത വിജയമല്ല. അത് സാമൂഹികമായ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വ്യക്തിപരമായി വിജയിച്ചിട്ടും ബന്ധങ്ങളിലും സമൂഹങ്ങളിലും അസ്വസ്ഥതയും സംഘർഷവും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും വ്യക്തി ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കുന്നുണ്ടല്ലോ, അല്ലെ? തൊഴിൽ നേടാൻ, അതുപോലെ തന്നെ തൊഴിലിന്റെ പുറത്ത് മറ്റ് വരുമാനങ്ങൾ നേടാൻ, സമ്പത്ത് നേടാൻ, പുതിയ വീടുകൾ, പുതിയ കാറുകൾ, പുതിയ സംവിധാനങ്ങൾ, ഇങ്ങനെ എല്ലാവരും വളരെയധികം ജീവിതത്തില് സക്സസ്ഫുൾ ആകുന്നു എന്ന്, മെറ്റീരിയൽ സക്സസ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ സംഘർഷം കൂടാൻ പാടില്ലല്ലോ. അപ്പോ ഇവ തമ്മിലുള്ള ഒരു കണക്ഷനിൽ എവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ജീവിത വിജയത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്? ഈ വ്യക്തിയുടെ ജീവിതത്തില് വ്യക്തിയുടെ ഇച്ഛ സാക്ഷാത്കരിക്കുന്നതാണല്ലോ വിജയം. ആ ഒരു വ്യക്തി, എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണ്ടതുണ്ട് എന്ന് തോന്നുമ്പോൾ, അത് സാക്ഷാത്കരിക്കാൻ കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ വിജയം എന്ന് പറയാ. ഞാൻ അതിൽ വിജയിച്ചു, ഞാൻ ആ കാര്യം ആഗ്രഹിച്ചു, അത് നേടി, അതാണ് വിജയം എന്ന് പറയുന്നത്. ഈ വിജയം തുടർച്ചയായി സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിത വിജയം എന്ന് പറയാം. ഇത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണല്ലേ. വ്യക്തിനിഷ്ഠമായ അനുഭവം അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ധർമ്മവുമായി അയാളുടെ ധർമ്മവുമായി ചേർന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് സത്യത്തിൽ ഉണ്ടാകേണ്ടത്. ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. മൂല്യങ്ങൾക്ക് പല രൂപങ്ങളുണ്ട്, അല്ലെ? പല രൂപങ്ങളുണ്ട്. അതിന് നമ്മൾ വ്യത്യസ്ത പേരുകളുണ്ട്. ഓരോ ധർമ്മത്തിനനുസരിച്ചും ഓരോ തരം മൂല്യങ്ങൾ നമ്മുടെ മുന്നിൽ പ്രകടമായി നിൽക്കുന്നുണ്ട്. ആ ജീവിതത്തിൽ പ്രകടമാകുന്ന ഗുണങ്ങളാണ് മൂല്യങ്ങളായിട്ട് ഇവിടെ അറിയപ്പെടുന്നത്, അല്ലെ? എന്റെ കണ്ണിലൊരു സാധനം അങ്ങനെ കയറി കൊടുത്തു. അപ്പോ നമ്മുടെ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ പരിസരവുമായിട്ടുള്ള ഇടപെടലിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ആൽഗരിതമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാഖ്യാനിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ഇടപെടൽ എന്നുള്ളത് ശാന്തിയിലേക്ക് വളരുന്നുണ്ടോ? ഞാൻ ജീവിത വിജയം നേടുന്നുണ്ട്. ആ ജീവിത വിജയത്തിലൂടെ ഞാൻ പരിസരവുമായിട്ട് ഇടപെടുന്ന സമയത്ത് അത് ശാന്തിയിലേക്ക് വളരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഒരു സമവാകം സംഭവിക്കും. ആ സമവാകം സംഭവിക്കുന്ന സമയത്താണ് അവിടെ ഏകതാനത ഉണ്ടാവുക. ഞാനും പരിസരവും തമ്മിലുള്ള ഏകതാനത ഉണ്ടാവുക. ഞാനും എന്റെ പരിസരത്തുള്ള സഹജീവികളും തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിക്കുക. അവിടെയാണ് സഹജീവിതം സാധ്യമാവുക, അല്ലെ? അപ്പോ മൂല്യങ്ങൾ എന്ന് പറയുന്നത്, മൂല്യാധിഷ്ഠിത ആത്മീയതയെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പരിസരവുമായിട്ടുള്ള ഇടപെടലിന്റെ ആൽഗരിതമാണ്, അല്ലെ? ആ പരിസരവുമായിട്ടുള്ള ഇടപെടലിന്റെ ആൽഗരിതം, അതായത് പരിസരവുമായിട്ട് ഇടപെടലിന്റെ ആൽഗരിതം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണെന്നാണ് പറയാ. അപ്പോ ഈ അതിനുണ്ടാവുന്ന ഗുണങ്ങൾ, അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റിയാണ് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം കൊണ്ടു നടക്കുന്ന ക്വാളിറ്റി. അത് തുടരുന്നത് മൂലം നമ്മുടെ ബന്ധങ്ങൾ ശാന്തിയിലേക്ക് വളരുന്നുണ്ടെങ്കിൽ, അത് ഏകതാന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അത് മ്യൂച്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സഹജീവിതം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കും.
അപ്പോ ഈ മൂല്യത്തെ ഉണർത്തുന്നത് എന്താണ്? ശരിക്കും ധർമ്മമാണ്, അല്ലെ? ധർമ്മത്തിന്റെ സവിശേഷതയാണ് മൂല്യമായിട്ട് വെളിപ്പെടുന്നത്. അപ്പോ ധർമ്മം എന്ന് പറയുന്നത് ഒന്ന്, ഇനി ഇച്ഛ എന്ന് പറയുന്നത് മറ്റൊന്നുണ്ട്. നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വെമ്പൽ കൊള്ളിക്കുന്നത് ഇച്ഛയാണ്. ഇത് രണ്ടും ഇടചേർന്ന് നിന്നാലേ ഈ കാര്യം കൃത്യമായി വെളിയിൽ സംഭവിക്കുകയുള്ളൂ. അവിടെ ഇച്ഛ എന്ന് പറയുന്നത് ധർമ്മവുമായി ചേർന്ന് ഇഴകി നിൽക്കണം, അല്ലെങ്കിൽ ധർമ്മപരമായി ഇച്ഛ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എനിക്ക് ഒരു താല്പര്യമാണ്, എനിക്കൊരു ലഡു തിന്നണം എന്ന് പറയുന്നത് ഇച്ഛയാണ്. ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തെ, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഹാർമണിയെ സപ്പോർട്ട് ചെയ്യുന്നതാകണം എന്ന് പറയുന്നത് ധർമ്മമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ശരിയാവുക? അപ്പോ ഞാൻ കുറച്ച് ലഡു വാങ്ങിച്ചിട്ട് അത് നമ്മളെല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കുന്ന സമയത്ത് എല്ലാവരിലും സന്തോഷം ഉണ്ടാകും. അപ്പോ ഞാനത് കുട്ടികൾക്കുണ്ടല്ലോ എനിക്ക് വേണം എന്ന് പറയുന്ന ആ ഒരവസ്ഥയും, പങ്കിട്ട് കഴിക്കുന്ന അച്ഛനമ്മമാരുടെ മക്കളാണെങ്കിൽ, അവരെ കണ്ട് വളരുന്ന മക്കളാണെങ്കിൽ അവര് കുറച്ചുകൂടെ എന്ത് കിട്ടുമ്പോഴും അത് പങ്ക് ഇട്ട് കഴിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്യും. അവിടെ ധർമ്മപരമായ ഇച്ഛ ഉദയം കൊള്ളുന്നുണ്ട്. അപ്പൊ ഇച്ഛയുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ ധർമ്മത്തിന് റോളുണ്ടോ? അത് നമ്മുടെ സ്വാഭാവികതയുമായിട്ട് ചേർന്നാണോ പ്രവർത്തിക്കുന്നത്? നമ്മുടെ സ്വഭാവവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മുടെ ആന്തരിക സമാധാനത്തെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ധർമ്മവും ഇച്ഛയും ചേർന്ന് നിന്നാൽ നമ്മുടെ അകത്തുനിന്ന് വരുന്ന ധർമ്മം, അതായത് അതാണ് മൂല്യത്തെയും സഹജീവിതത്തെ, സ്വാഭാവികമായ സഹജീവിതത്തെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ആക്കം നൽകുന്നത് ഇച്ഛയാണ്. അപ്പോ ധർമ്മം ഇച്ഛയുമായി ചേർന്ന് പ്രവർത്തിക്കണം. ധർമ്മം ഇച്ഛയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഭാവത്തിന്റെ ഭാഗമായി നിൽക്കും. അത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള സമാധാനത്തെ വളർത്തിയെടുക്കും. അവിടെയാണ് ശാന്തിയും ഏകദാനതയും ഉണ്ടാവുക. ഈ നമ്മുടെ ധർമ്മം പൂർത്തീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന ശാന്തി, അത് നമ്മുടെ സമീപസ്ഥ പ്രകൃതിയുമായിട്ടുള്ള ഐക്യത്തിലാകുമ്പോഴാണ് ശാന്തി ഉണ്ടാവുക. അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുമെങ്കിൽ ശാന്തിയല്ല, അശാന്തിയാണ് ഉണ്ടാവുക, ടർബുലൻസ് ഉണ്ടാവും, പ്രക്ഷുബ്ധത ഉണ്ടാവും, അല്ലെ? അപ്പോ നമ്മുടെ സമീപത്ത് നിൽക്കുന്ന പരിസരവുമായിട്ട്, പ്രകൃതിയുമായിട്ടുള്ള ഐക്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഐക്യം ഉണ്ടാകണമെങ്കിൽ പരിസ്ഥിതിയോട് യോജിച്ച ഒരു ജീവിതം ഉണ്ടാവണം. സമന്വയത്തിന്റെ ആ സിംബയോസിസ് എന്ന് പറയുന്ന അവസ്ഥ നിലനിർത്താൻ കഴിയണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വിജയത്തെ നമ്മൾ നോക്കേണ്ടത്. വിജയം എന്ന് പറയുന്നത് ഇച്ഛയുടെ സാക്ഷാത്കാരമാണ്, അത് ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ്. നമ്മുടെ ധർമ്മത്തോട് ചേർന്ന് നേട്ടമാകുമ്പോഴാണ് അത് വിജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്ന അപ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായ ചോദനയ്ക്ക് അനുസരിച്ചാണ് ആ നേട്ടമെങ്കിൽ അപ്പോഴാണ് ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഇതിന്റെ തുടർച്ചയാണല്ലോ നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്, വിജയങ്ങളുടെ നിരന്തരമായിട്ടുള്ള അവസ്ഥ. ആ ജീവിത വിജയത്തില് നമ്മൾ മുമ്പേ പറഞ്ഞ മൂല്യങ്ങളുടെ സ്ഥിരമായ പ്രകടനം ഉണ്ടാകുമ്പോൾ, അപ്പോ ജീവിതത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടാവും. മൂല്യങ്ങൾ സ്ഥിരമായി വെളിപ്പെടുന്ന സമയത്ത് ജീവിതത്തിൽ തുടർച്ചയായിട്ടുള്ള വളർച്ച ഉണ്ടാവും. എങ്ങനെ? പരിസരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്ന സ്വഭാവമുണ്ടല്ലോ, അത് പക്വപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മുടെ പരിസരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ, ജീവിതത്തിന്റെ ഒരു കണ്ടിന്യൂയം നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുവരുന്ന അവസ്ഥ, അവിടെയെല്ലാം ഹാർമണി ഉണ്ടാക്കുന്ന ഒരവസ്ഥ, അവിടെയെല്ലാം വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥ, അവിടെയെല്ലാം നമ്മൾ വിജയം നേടുന്ന ഒരവസ്ഥ. ഇതാണ് സത്യത്തിൽ ജീവിത വിജയം എന്ന് പറയുന്നത്. സാമൂഹികമായിട്ടുള്ള ജീവിത വിജയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. ഞാനൊരു വ്യക്തി വിജയിക്കുന്ന സമയത്ത് ആ വ്യക്തി ജീവിതത്തിന് അല്ലെങ്കിൽ വ്യക്തി വിജയത്തിന്റെ പുറകില് ഒരു സാമൂഹിക വസ്തുതയുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് അതിനകത്ത് റോളുണ്ട്. ഞാൻ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ റിസോഴ്സസ് എല്ലാം കൃത്യമായി നിൽക്കുക, അല്ലെ എന്റെ ഇച്ഛ പൂർത്തീകരിക്കുന്നു. അപ്പൊ ഇച്ഛ പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇച്ഛ എന്ന് പറയുന്നത് ധർമ്മവുമായി ചേർന്നിട്ടാണെങ്കിൽ ആ ധർമ്മ പൂർത്തീകരണമാണ് എന്റെ ഗ്രാറ്റിഫിക്കേഷൻ, എന്റെ സംതൃപ്തിക്ക് കാരണം. അതാണ് എന്റെ ജീവിത വിജയം എന്ന് പറയുന്നത്. ആ ഞാൻ എന്നുള്ളത് ജീവിത വിജയത്തിലാകുന്ന സമയത്ത്, അതായത് എന്റെ ധർമ്മപൂർത്തീകരണം സംഭവിക്കുന്നത് വഴി എന്താണ് ഉണ്ടാവുന്നത്? ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉപരിവ്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കാൻ പാകത്തിൽ വ്യക്തി ജീവിതത്തിൽ വ്യക്തി വിജയം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പരിസരത്തിന്റെ ധർമ്മമാണ് നടപ്പിലാക്കപ്പെടുക, പരിസ്ഥിതിയുടെ ധർമ്മമാണ് നടപ്പിലാക്കപ്പെടുക. അവിടെ ശാന്തി നിലനിർത്തുന്നുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ട് പരിസരവുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ജീവിത വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും ബന്ധങ്ങളിൽ സമന്വയം ഉണ്ടാവും. നമ്മൾ നമ്മുടെ പരിസരവുമായിട്ട് ചേർന്ന് നിൽക്കും. അവിടെ സാമൂഹ്യമായ ക്ഷേമത്തിനുള്ള സംഭാവനയാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് അച്ചീവ് ചെയ്യുമ്പോഴും അതുകൊണ്ട് സമൂഹത്തിന് ഗുണകരമാകുന്നു എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ സാമൂഹിക ക്ഷേമത്തിന് പ്രസക്തി ഉണ്ടാകുന്നു. അവിടെ സാമൂഹിക ക്ഷേമത്തിന് സംഭാവന നൽകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. അതാണ് സാമൂഹികമായ ജീവിത വിജയം എന്ന് വിളിക്കാൻ കാര്യം. ഒളിമ്പസ് പറയുന്നതനുസരിച്ച് മൂല്യങ്ങളാണ് ഈ യഥാർത്ഥത്തിലുള്ള വിജയത്തിന്റെ അടിത്തറ. ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഏത് ദിശയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കും. അത് ഇച്ഛയുമായി ചേർന്നാണ് പ്രവർത്തിക്കുക. സഹജീവിതത്തിന്റെ ഗുണമേന്മയാണ് വിജയം എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ഇച്ഛ പൂർത്തീകരിക്കൽ മാത്രമല്ല, നമ്മുടെ മൂല്യങ്ങളുണ്ട്, അത് ധർമ്മമുണ്ട്. ധർമ്മം ഇച്ഛയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇച്ഛ ഇതിനൊരു ആക്കം നൽകുന്നുണ്ട്. ആ ആക്കത്തിലൂടെ നടക്കുന്ന സമയത്ത് അത് പൂർത്തീകരിക്കപ്പെടുന്നു. ആ പൂർത്തീകരണം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമാകുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? അത് സഹജീവിതത്തിന് ക്വാളിറ്റി കൊണ്ടുവരും. അപ്പോ വ്യക്തി വളർച്ച എന്ന് പറയുന്നത് സാമൂഹിക വളർച്ചയ്ക്കുള്ള ഒരു പശ്ചാത്തലമായിട്ട്, ഒരു സിംബയോട്ടിക് ലൈഫിലുള്ള ഒരു പശ്ചാത്തലമായിട്ട് മാറും. അവിടെ സമാധാനം എന്നുള്ളത് ഈ വിജയ ജീവിതത്തിന്റെ ശാന്തിയുടെ ഒരു 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 സിംബലായിട്ട് മാറും. അപ്പോ ഇതിന്റെ ഒരു 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 ട്രാൻസെക്ട് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു 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 യാത്രാപഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മൂല്യത്തിൽ നിന്നും സ്വഭാവത്തിലേക്ക്, സ്വഭാവത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്ക്, പ്രവർത്തനത്തിൽ നിന്നും വിജയത്തിലേക്ക്, വിജയത്തിൽ നിന്നും ജീവിത വിജയത്തിലേക്ക്, തുടർച്ച നൈരന്തര്യം ഉണ്ടാവണമല്ലോ. ജീവിത വിജയത്തിൽ നിന്നും സാമൂഹികമായ വിജയത്തിലേക്ക്, സാമൂഹിക സമാധാനത്തിലേക്ക്. അപ്പോ മൂല്യമാണ് ഇതിന്റെ അടിസ്ഥാന കാര്യം. മൂല്യം എന്നുള്ളത് സവിശേഷത, നമ്മുടെ ജീവതയുടെ സവിശേഷതയാണ് മൂല്യം. അപ്പൊ മൂല്യം എന്ന് പറയുന്നത് പ്രകടമാകുന്നത് ധർമ്മം വെളിപ്പെടുന്ന സമയത്ത് ആ ധർമ്മത്തിന് ക്വാളിറ്റി നൽകാൻ വേണ്ടിയാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ വിജയത്തിന്റെ ഭാഷ പറയുമ്പോൾ ഇച്ഛ എന്നുള്ള രീതിയിലേക്ക് വരും. ഇച്ഛ സമ്പൂർത്തീകരിക്കുന്നതാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. മൂല്യം എന്നുള്ളതാണ് മൂല്യത്തിന്റെ ആ ഒരു ഒരു പ്രകടനമാണ് സ്വഭാവം എന്ന് പറയുന്നത്. സ്വഭാവമാണ് പ്രവർത്തനത്തിന് കാരണമാകുന്നത്. ആ പ്രവർത്തനം ഈ ഇച്ഛയുടെ ഒരു ഭാഷയിൽ നോക്കുന്ന സമയത്ത് പ്രവർത്തനത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് എത്തുന്നത്, അല്ലെ? വിജയത്തിൽ നിന്നും ജീവിത വിജയം, നൈരന്തര്യം ഉണ്ടാകുമ്പോൾ ജീവിത വിജയത്തിലേക്ക് എത്തും. ആ ജീവിത വിജയം എന്ന് പറയുന്നത് സാമൂഹിക ജീവിത വിജയമായി മാറുന്നു. ആ സാമൂഹിക ജീവിത വിജയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ശാന്തിയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ വ്യക്തി ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നും സാമൂഹിക ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ വ്യക്തിക്കകത്തുള്ള ധർമ്മപൂരണം കൊണ്ടുണ്ടാകുന്ന ശാന്തി, സമാധാനം, ഇച്ഛാപൂർത്തീകരണം, സംതൃപ്തി തുടങ്ങിയ കാര്യങ്ങൾ അത് സാമൂഹികമായ സമാധാനത്തില്, ഹാർമണിക്ക്, അല്ലെങ്കിൽ സിംബയോസിസിന്, അല്ലെങ്കിൽ സഹജീവനത്തിന് കാരണമാകും. ഇവിടെ വ്യക്തിപരതയുടെ വേലിയിട്ട് കെട്ടുമ്പോൾ ഈ സംഭവമൊക്കെ മുടങ്ങിപ്പോകും. പകരം അത് തുറന്നു വെക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു 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 ശാന്തിയുടെ ഒരു അവസ്ഥയായിട്ട് അത് മാറുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള ഒരു ജീവിത ആവിഷ്കാരം അല്ലെങ്കിൽ ജീവിത വിജയം കണ്ടെത്താൻ, നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സമൂഹത്തിലെ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു 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 ശാന്തി നൽകാൻ കഴിയുന്നുണ്ടോ? അവരെ ഒരു ഒരു ഹാർമോണിയസ് ലൈഫിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കത്തിച്ചു വെച്ചൊരു വിളക്ക് പോലെ ചുറ്റുപാടും വെളിച്ചം നൽകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അവിടെ നമ്മളുടെ സാമൂഹികമായ ജീവിത വിജയത്തിന്റെ പാതയിലാണ്. ഇതാണ് സാമാന്യീകൃത ആത്മീയതയുടെ ഒരു ലക്ഷണം. അപ്പൊ ആ പരിശോധന നടക്കട്ടെ. നാളെ വീണ്ടും ഇതിന്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന്